ഹലോ ഫ്രണ്ട്സ്, ഒരു വാട്ട ഈറ്റിനിടെ നോക്കിയാലോ. രാവിലെ തന്നെ ദേ നല്ല ബ്രെഡ് പൊരിച്ചതാണ് കഴിച്ചിട്ടുണ്ടായത്. ബ്രെഡ് ഇങ്ങനെ എന്താ പറയുക, അമ്മ ഇങ്ങനെ ബ്രെഡും അതിൻ്റെ എന്താണ് ബ്രെഡ് ഇങ്ങനെ നെയ്യിലിട്ട് പൊരിച്ച് തരും. അത് നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അമ്മ എന്നും ചെയ്തു തരും. നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ. അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുണ്ടായത്. അത് കഴിച്ചു. നല്ല ടേസ്റ്റാണ്. നെയ്യുടെ മണവും ബ്രെഡിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അതായിട്ട് ഉച്ചയായപ്പോൾ ചോറും തുമരക്കറിയും ഉണക്കമീനും ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രാത്രിയിൽ അങ്ങനെ ഞാൻ കൂടുതലായിട്ടൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും രാത്രി ഞാനങ്ങനെ കൂടുതലൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും രാവിലെയും ഉച്ചയ്ക്ക് ഞാൻ നല്ല രീതിയിൽ കഴിക്കും കേട്ടോ. ഞാൻ നല്ല രീതിയിൽ മുതലാക്കും ആ സമയം, രാവിലെയും ഉച്ചയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദാഹിച്ചപ്പോൾ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു. ഹായ്, ചൂടുവെള്ളം ഇങ്ങനെ നല്ല ചൂടുള്ള വെള്ളം ഒരൊറ്റയടിക്ക് ഇങ്ങോട്ട് അകത്താക്കുമ്പോൾ ആ നെഞ്ചിലൊരു സുഖമുണ്ട്. നല്ല ഉള്ളിലിങ്ങനെ ആന്തലാണ്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര സുഖമാണ്. ചൂടുവെള്ളം ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണ്. പിന്നെ പല രീതിയിലും വെള്ളം കുടിച്ചു കേട്ടോ. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ആയപ്പോൾ, അതായത് ഒരു 4 മണിയോട് അടുക്കാറായി. അപ്പം ഒരു കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പാൽ ചായ എനിക്കിഷ്ടമല്ല. പാൽ ചായ ഞാൻ കൊച്ചിലേ കുടിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ കുടിക്കാറില്ല. പാൽ ചായ എനിക്കിഷ്ടമല്ലെന്ന് തന്നെ പറയാം. കട്ടൻ ചായ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കട്ടൻ ചായ, അതുപോലെ തന്നെ എന്താ പറയുക, കാപ്പി, അതൊക്കെയാണെങ്കിലേ ഞാൻ കുടിക്കത്തുള്ളൂ. കട്ടൻ ചായ അല്ലെങ്കിൽ കോഫി അതൊക്കെ ആണെങ്കിലേ ഞാൻ കുടിക്കത്തുള്ളൂ. അതൊക്കെ അപ്പം ആണെങ്കിൽ എപ്പോഴും ചായ കുടിച്ചിട്ട് ഇങ്ങനെ ആക്കും കേട്ടോ. അത് ഞാനൊന്ന് വെച്ച് നോക്കി, അങ്ങനെ കാണിച്ച് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ഒക്കെ ആയപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നാമമൊക്കെ ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അമ്മ സ്നാക്സായിട്ട് ക്രക്ചാക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ്. ക്രക്ചാക്കിൻ്റെ ബിസ്ക്കറ്റ് ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാം. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അത് 1, 2, 3, 4 ഒക്കെ എടുത്തങ്ങ് കഴിച്ചു. ഞാൻ അമ്മയും അമ്മൂമ്മയും എല്ലാവരും കൂടെ അങ്ങ് കഴിച്ച് തീർത്തു. നല്ല ടേസ്റ്റാണ്. ക്രക്ചാക്കിൻ്റെ ബിസ്ക്കറ്റ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അത് കഴിച്ചു. പിന്നെ അതിന് രാത്രിയായപ്പം ചോറും പിന്നെ അതായിട്ട് പൊട്ടാറ്റോ ഫ്രൈയും ഉണക്കമീനും ആയിരുന്നു. അതാണ് കഴിച്ചിട്ടുണ്ടായത്. സൂപ്പറായിരുന്നു. എന്താ പറയുക, രാത്രിയിലത്തെ അത്താഴം അത് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കഴിച്ച് കുറച്ച് വെള്ളം കൂടെ കുടിച്ചു ഞങ്ങളെല്ലാവരും കൂടെ വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വാട്ട ഈറ്റിനിടെ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.